ഒഴിവു സമയങ്ങളിൽ ചിരട്ടയിൽ മനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ശ്രദ്ധ നേടുകയാണ് ചെറുതാഴം ചുമടുതാങ്ങിയിലെ ഒരു പോലീസുകാരൻ. മുൻമന്ത്രി കെ ശൈലജയുടെ ഗൺമാനായിരുന്ന ഇപ്പോൾ പയ്യന്നൂർ കൺട്രോൾ റൂമിലെ ASI എം ദിനേശ് കുമാറാണ് ആ വ്യക്തി. ചെറുതാഴം ചുമടുതാങ്ങിയിൽ ഒരു കാക്കിക്കുള്ളിലെ കലാകാരനുണ്ട്. പയ്യന്നൂർ കൺട്രോൾ റൂമിലെ ASI എം ദിനേശ് കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിലാണ് അദ്ദേഹം ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്. എന്നാൽ ആ കലാകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാക്കിക്കുള്ളിലെ കലാകാരൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ദിനേശ് സാർ പറയൂ, എത്ര വർഷം സാറിന്റെ സർവീസ്, അതുപോലെ തന്നെ ഇതെപ്പോഴാണ് ഈ ചിരട്ട കൊണ്ട് ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, ആ കാര്യങ്ങളൊന്നും നമ്മളോട് പറയും. ഞാനൊരു 20 വർഷത്തോളമായി പോലീസിൽ സർവീസ് ചെയ്യുന്നു. ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിൽ ASI ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് കണ്ടുതരാൻ നമുക്ക് പറ്റുന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഏകദേശം ഒരു വർഷത്തോളമായി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയാണ് മുന്നേ ഈ ശില്പകല, ചിത്രകല അങ്ങനത്തേലൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? മുന്നേ ചെറിയ പ്രായത്തിലെ നമ്മൾ ചിത്രം വരക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ജന്മനാലൊരു കഴിവ് ചിത്രം വരക്കാൻ, അതുപോലെ ക്ലേ മോഡലിങ്, ചില കലാവർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് തല കേരളോത്സവം അതുപോലെ മത്സരങ്ങൾ ഇങ്ങനെ ഡ്രോയിങ്ങിനും അതുപോലെ തന്നെ ക്ലേ മോഡലിങ്ങിനൊക്കെ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ കലാപരിചയം. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ചിരട്ട കൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കും, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. പൂർണ്ണമായി ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഇതുപോലത്തെ കുറെ മൃഗങ്ങളെ രൂപങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, കിണ്ടി, വിളക്ക്, ആന, അതുപോലെ കാര്യങ്ങൾ. പിന്നെ മുഴുവൻ ചിരട്ട തന്നെ ഉപയോഗിച്ചത്. അത് നമ്മൾ സാധാരണ എക്സോ ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്തെടുത്ത് ചിരട്ട ആദ്യം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എക്സോ ബ്ലേഡ് കട്ട് മുറിച്ചെടുത്ത് നമുക്ക് വേണ്ടുന്ന ഇത് മുറിച്ചെടുത്തിട്ട് പിന്നെ ഒട്ടിച്ചെടുക്കുന്നു. അത് ഒരു പശയുണ്ട്, ഒട്ടിക്കുന്നൊരു പശ. അതുപോലെ ഈ ചിരട്ടയുടെ പൊടിയും പശയും മിക്സ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടാണ്. ഇത് ഒഴിവ് സമയങ്ങളിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എങ്ങനെ ഇത് ഉണ്ടാക്കാന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അതൊന്ന് പറയോ? അത് നമ്മളിങ്ങനെ ഒരു വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബ് ഇതെല്ലാം നോക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ വർക്കുകൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇഷ്ടപ്പെടും. ചിരട്ടയോണ്ട് കുറേ പാത്രങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീഡിയോകൾ കുറച്ച് നോക്കി പിന്നെ അത്തരം വീഡിയോകൾ സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം. അങ്ങനെ ഇറങ്ങിയതാണ്. ഒരു സ്ട്രെസ് ഫ്രീ കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ഒരു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ രാവിലെ ഒരു വർക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് ഓരോ സംഭവം ചെയ്യുന്നത്. നമ്മളെ മാനസികമായിട്ട് നമുക്കൊരു നല്ലൊരു സന്തോഷം തരുന്നൊരു സംഭവം. അപ്പൊ ഇനിയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനാണോ, അത് എന്തെങ്കിലും എക്സിബിഷൻ അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടോ? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? എക്സിബിഷനായിട്ടൊന്നും ഇത് വെച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ നമ്മളെ കഴിഞ്ഞ മാസം നമ്മൾ 20ാം വാർഷികം നമ്മളെ സർവീസിലുള്ള ട്രെയിനിങ് ബാച്ചിൽ 20ാം വാർഷികം ഇവിടെ വൈദേഹം റിസോർട്ടിൽ വെച്ച് നടന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ച് നമ്മൾ 100-200 പേരുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മളെ ഒരു റൂറൽ ജില്ലാ പോലീസ് ചീഫാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പരിപാടി അവിടെ നടത്തും. ആദ്യം ചാനലിൽ ഒരു റിപ്പോർട്ട് വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. വളരെയധികം സന്തോഷം. അപ്പൊ ഈ സർവീസിനുള്ളിൽ തന്നെ നല്ലൊരു സപ്പോർട്ടാണല്ലേ? അപ്പൊ അതൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയായിരിക്കും. ഉണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകർ കുറെ ആൾക്കാർ വന്ന് അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായം, എല്ലാവരും നല്ല സപ്പോർട്ട്. പിന്നെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. ഓക്കെ, ഫാമിലി ആരൊക്കെയാണ് അതുകൂടി ഒന്ന് പറയുന്നത്? ഫാമിലി വൈഫ് സബിത ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. 2 പെൺകുട്ടികളാണ്. മൂത്ത മകള് രതില ദിനേശ്, അവള് തൃശ്ശൂർ BSc പഠിക്കുന്നു, BSc ഫോറസ്ട്രി. രണ്ടാമത്തെ കുട്ടി ചെറുതാഴം സ്കൂളിൽ +1 സയൻസ് ഗ്രൂപ്പ്. ചിരട്ട കൊണ്ട് അഴകുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതുപോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ പ്രദർശനം സംഘടിപ്പിക്കണമെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്. അതെല്ലാം തന്നെ സഫലീകരിക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ നികേഷ് റാവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.